പത്തനംതിട്ടയിൽ ഹണി ട്രാപ്പിൽ കുടുങ്ങിയ യുവാക്കൾ നേരിട്ടത് ക്രൂര പീഡനം. ദമ്പതികൾ ചേർന്ന ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലെയർ അടിക്കുകയും കെട്ടിത്തൂക്കി മർദ്ദിക്കുകയും ചെയ്തു. കേസിൽ ചരൽക്കുന്ന് സ്വദേശിയായ ജയേഷിനെയും ഭാര്യ രശ്മിയെയും അറസ്റ്റ് ചെയ്തു. തിരുവോണത്തിന് വീട്ടിലോട്ട് വരണം എന്ന രീതിയിലാണ് വിളിച്ചു വരുത്തുന്നത്. വീടെന്ന് പറയാൻ പറ്റത്തില്ല, വല്ലാത്തൊരു അന്തരീക്ഷമാണ് അവിടെ. സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് പെട്ടെന്ന് പെപ്പർ സ്പ്രേയും വേറെന്തോ കൂട്ടി എന്റെ മുഖത്തടിച്ച് പിന്നെ ഒരു കയറിട്ട് കെട്ടി നേരെ ഉത്തരത്തിലോട്ട് വലിച്ചു തൂക്കി. സമാനതകളില്ലാത്ത പീഡനമാണ് യുവാക്കൾ നേരിട്ടത്. ആലപ്പുഴ സ്വദേശിയായ യുവാവ് സെപ്റ്റംബർ 1-ാം തീയതിയും റാന്നി സ്വദേശിയായ യുവാവ് സെപ്റ്റംബർ 5-നുമാണ് മർദ്ദനത്തിനിരയായത്. ചരൽക്കുന്നിലുള്ള 1-ാം പ്രതി ജയേഷിന്റെ വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നത്. 2-ാം പ്രതി രശ്മി പ്രണയം നടിച്ച് യുവാക്കളെ വീട്ടിലേക്ക് എത്തിച്ചു. പിന്നാലെ വിവസ്ത്രരാക്കി യുവാക്കളെ ജയേഷും രശ്മിയും ചേർന്ന് കൈകൾ ബന്ധിച്ച് കെട്ടിത്തൂക്കി മർദ്ദിച്ചുവെന്നാണ് പരാതി. ഒരു യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ 23 സ്റ്റാപ്ലർ പിന്നുകൾ അടിച്ചതായും മൊഴിയുണ്ട്. കൈയിലെ നഖം പ്ലെയർ ഉപയോഗിച്ച് അമർത്തി. യുവാക്കളുടെ രഹസ്യഭാഗങ്ങളിൽ സ്പ്രേ അടിച്ചതായും പരാതിയിൽ. കൈവശമുണ്ടായിരുന്ന രൂപയും പ്രതികൾ ചേർന്ന് തട്ടിയെടുത്തു. അവശനിലയിൽ റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ യുവാവിനെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഈ ചെറുക്കൻ ബൈക്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കാണുന്നതല്ലാതെ ഇവര് ചില കൂട്ടുകാരെ കൂട്ടി ഇതിലെ വരുകയും പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുള്ളൂ. അല്ലാതെ ഇവര് വീടുമായിട്ട് ആരോടുമായിട്ട് യാതൊരു സമ്പർക്കവും ഇല്ല. പ്രതികൾ സൈക്കോ മനോനിലയുള്ളവരെന്നാണ് പോലീസ് പറയുന്നത്. ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ, കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ മർദ്ദിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് FIR. പ്രതികൾ മുൻപും സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മീഡിയ 1, പത്തനംതിട്ട.